സമീപകാല UCL ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി പരമ്പരയാണ് അവർ നടത്തിയിരിക്കുന്നത്. നോർവേയിലെ ബോഡോ എന്ന വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമുള്ള കുഞ്ഞ് ടൗണിൽ നിന്ന് വരുന്ന ഒരു ക്ലബ്ബ് യൂറോപ്യൻ വമ്പന്മാരെ ചാമ്പ്യൻസ് ലീഗിലിട്ട് മുക്കി താഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരിതാ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അവർ ഇൻ്റർ മിലാനെയാണ് കഴിഞ്ഞ തവണത്തെ UCLിലെ ഫൈനലിസ്റ്റുകളെയാണ് പരാജയപ്പെടുത്തിയത്. 2-1 വിജയിച്ച് കയറിയത്. ആദ്യ പാദത്തിലെ വിജയം കൂടി ചേർക്കുമ്പോൾ 2-5 തകർപ്പൻ ജയത്തോടുകൂടി ബോഡോ ഗ്ലിംറ്റ് ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. ഇതൊരു വല്ലാത്ത കഥയാണ്. ഒരു ഫ്ലൂക്കിനങ്ങിൽ ജയിച്ചു പോയതല്ല. ഈ അട്ടിമറി പരമ്പര മാഞ്ചസ്റ്റർ സിറ്റിയെ ലീഗ് ഘട്ടത്തിൽ 3-1 തോൽപ്പിച്ചത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 തോൽപ്പിച്ചത്. ഇൻ്റർ മിലാനെ ഈ പ്ലേ ഓഫ് നോക്കൗട്ട് സ്റ്റേജ് പ്ലേ ഓഫിൻ്റെ ആദ്യ പാദത്തിൽ 3-1 തോൽപ്പിച്ചത്. രണ്ടാം പാദത്തിൽ 2-1. ഈ വിജയഗാഥയ്ക്ക് പുറകിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം. നവംബർ 30 ശേഷം നോർവേയിൽ ലീഗ് മത്സരങ്ങളില്ല. അവിടുത്തെ അതിശൈത്യ സമയത്ത് ലീഗ് മത്സരങ്ങളില്ല. അപ്പോൾ അവർ കളിക്കുന്നില്ല. 2026 ആകെ 4 കളികളാണ് കളിച്ചത്. ആ 4 കളികളാണ് ഈ പറഞ്ഞത്. സിറ്റിക്കെതിരെ 3-1, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 2-1, ഇൻ്റർ മിലാനെതിരെ ആദ്യ പാദം 3-1, രണ്ടാം പാദം 2-1. വല്ലാത്തൊരു കഥയല്ലേ ഇത്? നോർവേയിൽ നിന്ന് ഒരു ക്ലബ്ബ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത് 38 വർഷങ്ങൾക്ക് ശേഷമാണ്. കൈയടിക്കാം ബോഡോ എന്ന കുഞ്ഞ് ടൗണിൽ നിന്ന് വന്നുകൊണ്ട് യൂറോപ്യൻ വമ്പന്മാരെ മുക്കിത്താഴ്ത്തിയ ഈ ക്ലബിന്.